സാവിത്രിയുടെയും ശീലാവതിയുടെയും കഥകൾ കേട്ടു വളരുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ചാരിത്രത്തിന്റെ മഹത്വത്തെപ്പറ്റി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആദർശശുദ്ധിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരിമാർ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. മഹാഭാരതം, രാമായണം, ബൈബിൾ, ഖുർആൻ തുടങ്ങിയുള്ള എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും വ്യഭിചാരം പാപമാണ് എന്ന് ഘോഷിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അത്യുന്നതമായ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെപ്പറ്റി മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത് ഓർമ്മിക്കുക. അയ്യോ അമ്മേ വേഗം പണി കഴിച്ചല്ലേ? ജീവൻ അപകടമൊന്നും? ജീവനിൽ തൊട്ടുള്ള കളി എനിക്കില്ല, തടി മാത്രം. സാറേ, എന്റെ ഇത്രയും നാളത്തെ സർവീസിനകം ഒരുത്തനും ചത്തിട്ടില്ല, ഇപ്പോഴും ഇല്ല. സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവന്മാർക്ക് ജീവിക്കാൻ പിന്നെന്ത് വേണം? അതിരിക്കട്ടെ, വരുന്ന തിങ്കളാഴ്ച എവിടെ കാണാം? തിങ്കളാഴ്ച? അയ്യോ, പറ്റത്തില്ലല്ലോ സാറേ. തിങ്കളാഴ്ച ആയുധ പൂജയാണ്. അന്ന് യവനെ ഞാൻ കൈകൊണ്ട് തൊടില്ല. പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, സ്വപ്നങ്ങൾക്കും വാടക വാങ്ങും മാംസപ്പൂക്കടകൾ, ആദർശ സംഹിതയോ കാവൽ നായ് പോലെ കിടക്കുന്നു. ഇങ്ങോട്ട് വരെ. നീ പോകാനൊരുങ്ങ. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചു? ചേർത്തല, എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്. ജീവിക്കാനുള്ള മാർഗം നോക്കണ്ടേ? മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. ഇതാ കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്. പിടി 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 പിടി. തലമുടി. ഷടാ, കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ. മറ്റവളെ, അവളെ ഇറങ്ങുന്നവളെ, നീ ഇങ്ങോട്ട് ചേർന്നവളെ. വാ വാ, ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഊണിനൂണ്, കാപ്പിക്ക് കാപ്പി, ഉടുക്കാൻ തുണി. പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം. വേറൊരു കാര്യം കൂടി, എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും. എന്താ സമ്മതിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ്, കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ പോകുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും, ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ. എന്താണടി ഒരു നോട്ടം? ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുകയാണ്. കള്ളച്ചാരായം വാറ്റി ഉണ്ടാക്കിയ കാശാണ്. നല്ല ഉറപ്പാ, വാറ്റുചാരായം കൊണ്ടുണ്ടാക്കിയ വീട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കും.
ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാമെന്നാലുണ്ട് അപ്പ കഴുത്തെ പിടിച്ച് വെളിയെത്തുന്നു. അക്കാര്യത്തിൽ ഈ പാകൾ പിടിക്കുക. പിന്നെന്തിനാ അവരെ പറഞ്ഞയച്ചത്? എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞയച്ചു. എടി അതേ പ്രസംഗം നീ ആരും ചോദിക്കാൻ. ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ? എന്റെ സ്നേഹം സംസാരത്തിലല്ല, പ്രവൃത്തിയില്ല. താളം തെറ്റിയ രാഗങ്ങൾ, തകർന്ന ജീവിതങ്ങൾ, കാലം രചിച്ച കോലങ്ങൾ, കറുത്ത ചിത്രങ്ങൾ, കറുത്ത ചിത്രങ്ങൾ. താളം തെറ്റിയ രാഗങ്ങൾ,